ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റെസിപ്പിയാണ്. ചിക്കൻ റെസിപ്പി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്താണ് ഇത്രയും ടഫായിട്ടുള്ള റെസിപ്പിയാണോ, ബുദ്ധിമുട്ടുള്ള റെസിപ്പികളൊക്കെയാണോ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ബുദ്ധിമുട്ടുള്ള റെസിപ്പിയല്ല, വളരെ ഈസി ആയിട്ട് ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ചുക്ക. പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, പേര് ഇത്തിരി വ്യത്യസ്തമായ പേരാണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ടൊരു 3 വലിയ സവോള മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം, അരച്ച് ചേർക്കാം. അതിലും ഏറ്റവും എളുപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ സവോള ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലും ചെയ്യാം, സൺഫ്ലവർ ഓയിലും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. അപ്പോൾ നമുക്ക് വേഗം സവോള നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി കിട്ടും. അതിനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബിരിയാണിയുടെ സവോള ഗാർണിഷ് ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്യുന്ന ആ പാകത്തിൽ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയുടെ കളർ ഉണ്ടോ, ഈ ഒരു കളറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന സവോളയും ഫ്രൈ ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ എടുത്ത് വയ്ക്കുന്ന പ്ലേറ്റിലിരുന്നിട്ട് സവോളയുടെ കളർ വീണ്ടും മാറി വരും. വല്ലാതെ ഡാർക്ക് ബ്രൗൺ കളറാക്കണ്ട, ഈ ഒരു കളറാകുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഈ സവോള ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയം മാത്രമേ പോകുന്നുള്ളൂ ഈ ഒരു റെസിപ്പിയിൽ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈസിയാണ്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു പ്രാവശ്യം പഞ്ചസാര ചേർത്താൽ മതി. ആ പഞ്ചസാരയുടെ ഇത് നമ്മുടെ എണ്ണയിലുള്ളതുകൊണ്ട്, ആ മധുരമൊക്കെ എണ്ണയിലുള്ളതുകൊണ്ട് പഞ്ചസാര ഇനി ചേർത്തിട്ടുണ്ടെങ്കിലും മധുരം കൂടിപ്പോകും നമ്മുടെ സവോളയ്ക്ക്. ഈ മധുരത്തിൽ തന്നെ ഫ്രൈ ആയി വന്നോളും. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് ടേബിൾ സ്പൂണിലാണ് എല്ലാ അളവുകളും എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുക. നമ്മളിതെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കുക. പിന്നെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലകളെല്ലാം പിടിച്ചു വരണം. നമ്മുടെ സവോളയ്ക്ക് ഒന്നും ഒരുപാട് ചൂടില്ല കേട്ടോ. ഫ്രൈ ചെയ്ത് കോരുമ്പോഴുള്ള ചൂടേ ഉള്ളൂ, അധികം ചൂടില്ല. അപ്പോൾ ഇനി ചിക്കൻ പീസിലേക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം മസാലയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ അടച്ചു വെച്ചിട്ട് കറിയാക്കി എടുക്കാം. എന്താണെന്ന് വെച്ചാൽ മസാല ചിക്കനിലേക്കൊന്ന് പിടിച്ചു വരാനാണ് 1/2 മണിക്കൂർ അടച്ചു വയ്ക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് ഈ പാത്രം ഒന്ന് ചുറ്റിച്ച് ഈ മസാല ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ, അധികം വെള്ളം എടുത്തിട്ടില്ല. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി എണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതിനിടയിൽ നമുക്കിനി മസാലകളൊന്നും ചേർക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ മസാലകളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ 1/4 ഭാഗം കുക്കായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് ഇളക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അപ്പോൾ ചിക്കൻ ചുക്ക എന്ന് പറയുന്ന റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രേവി കുറച്ചുകൂടി വറ്റിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഗ്രേവി വറ്റി വരട്ടെ. ഇനി നമുക്ക് തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇത് കണ്ടോ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇനി ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് വറ്റി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിലേക്ക് പൊതിഞ്ഞ രീതിയിലാവും. അപ്പോൾ ഇത്രയും മതി. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് കുറച്ച് കറിവേപ്പില ഇട്ട് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് സവാള ഒന്ന് അരിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കഴിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.